എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു മേടിക്കുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാലും ടേസ്റ്റിൽ ഒരു കുറവും വരാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രോസ്റ്റ് ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സെയിം രീതിയിലുള്ള ബ്രോസ്റ്റ് ചിക്കൻ കിട്ടണമെങ്കിൽ ഇതുപോലെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പീസാക്കി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് ആ ഒരു മസാലയ്ക്ക് ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെയായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ തന്നെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങും. ഇങ്ങനെ എല്ലാത്തിലും തന്നെ നമുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ എല്ലാം തന്നെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്തൊരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കടകളിലേക്ക് ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറാണ് കേട്ടോ. ഗാർലിക് പൗഡർ ആണെങ്കിലും ഒനിയൻ പൗഡർ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ പൗഡറും ഉണ്ടെങ്കിൽ ഓരോ ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒനിയൻ പൗഡറിന് പകരം ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ആ ഒരു നീര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു സവാളയുടെ ഒരു നീരില്ലേ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ്. നമ്മൾ പിസയ്ക്കകത്തേക്ക് ഇടുന്ന ഒരു ഒറിഗാനോ. ഇതുപോലെ ഒറിഗാനോ ചേർത്ത് നമ്മൾ ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ലൈറ്റ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം സോയാ സോസിൽ ഉപ്പുള്ളതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലൊരു കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടി ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ആ ഒരു എരിവും ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട്. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതി. നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഫുൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതുപോലെ നമ്മൾ മസാല തേച്ച് മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും ഈ ഒരു ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു മസാല ഇറങ്ങി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. 6 മണിക്കൂറൊന്നും വെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. 6 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വെക്കുന്നത്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ള പേസ്റ്റ് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പകരമായിട്ട് ഡ്രൈ ജിഞ്ചർ പൗഡറോ ഗാർലിക് പൗഡറോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ വേണം നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളമോ ഇതിന് പകരമായിട്ട് നല്ല തണുത്ത പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ തിളപ്പിച്ച് ആറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ 1 കപ്പ് അളവിൽ പാല് വേണമെങ്കിലും നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല തണുത്ത വെള്ളം തന്നെ വേണം കേട്ടോ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരുപാട് അങ്ങ് കട്ടി ഉണ്ടാകാനും പാടില്ല, എന്നാൽ തീരെ അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്. ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1.25 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ഒരിക്കലും ചേർക്കരുത്, ബേക്കിംഗ് പൗഡർ തന്നെ വേണം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ചിക്കൻ ഇതുപോലെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് കറക്റ്റ് ഒരു 6 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് 2 കോട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഡയറക്റ്റ് ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പൊടി അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് അമർത്തി നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു പൊടി ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു രീതിക്ക് നമുക്കൊരു ഫസ്റ്റ് കോട്ടിങ് കൊടുക്കാം. എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ട് എടുക്കേണ്ട. ആദ്യം നമുക്ക് ഇതുപോലെ 4 ഒരു ഫസ്റ്റ് കോട്ടിങ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഡയറക്റ്റ് എടുത്തിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി അതിലിരിക്കുന്ന ഒരു പൊടി നന്നായിട്ട് ഇതുപോലെ കുടഞ്ഞ് കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു 4 ചിക്കൻ കഷ്ണങ്ങളിൽ ഇതുപോലെ ഞാനൊരു ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സെക്കൻഡ് കോട്ടിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഈ ഒരു പൊടിയിൽ ചെറിയ ചെറിയ കട്ടകൾ കാണും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം രണ്ടാമത് ഈ ഒരു പൊടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് കോട്ടിങ് കൊടുക്കാനായിട്ട് ഈ ഒരു മൈദയുടെയും കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സില്ലേ ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളൊന്ന് മുക്കിയിട്ടെടുക്കാം. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പൊടി കൊണ്ട് ഫുള്ളായിട്ട് അത് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ചിക്കൻ കഷ്ണങ്ങൾ തിരിച്ച് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബാക്കിയുള്ള ഒരു പൊടി നമ്മൾ ഇതുപോലെ കുടഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കും അതിൻ്റെ ഒരു മുകളിലെ ഒരു കോട്ടിങ്ങിലായിട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പൊടി നന്നായിട്ട് നമ്മളൊന്ന് കുടഞ്ഞ് കളയുക. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ല, ഇതുപോലെ വിള്ളലുകൾ പോലെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളൊരു 3 കഷ്ണം കൊണ്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഓരോ തവണ നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒട്ടി പിടിക്കത്തില്ല. സെക്കൻഡ് കോട്ടിങ്ങിനായിട്ട് ഇതുപോലെ ഒരു ബാറ്ററിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളൊരു പൊടി നന്നായിട്ട് ഇതുപോലെ കുടഞ്ഞു കളയുക. ഇങ്ങനെ ഞാൻ ആദ്യത്തെ നമ്മുടെ ഒരു 4 ചിക്കൻ കഷ്ണങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളും ഈ ഒരു പൊടി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം ഫസ്റ്റ് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു പൊടി അരിച്ചെടുത്തിട്ട് രണ്ടാമത് നമ്മൾ ഇതുപോലെ ഒരു മാവിലും ഒക്കെ സെക്കൻഡ് കോട്ടിങ് ചെയ്തിട്ടെടുത്താൽ മതി ബാക്കിയുള്ളൊരു ചിക്കനും കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് തന്നെ വേണം നമ്മൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. കാരണം ചിക്കൻ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു ചിക്കൻ ഉള്ളൊക്കെ നന്നായിട്ട് വേകാനുള്ള സമയം കൊടുത്ത് തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് പുറമേ അങ്ങ് പൊങ്ങി വരുമെങ്കിലും കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് നന്നായിട്ട് ക്രിസ്പി ആയി വരാനും വേണ്ടിയിട്ട്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യണം, എന്നാൽ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്തും കിട്ടണം. അപ്പോൾ ആ ഒരു സമയം കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മളൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഏകദേശം ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ.
ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസിയാണ്. നമ്മൾ ഇതുപോലെ ഒരു ബ്രോസ്റ്റ് ചിക്കനൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു കോൾസ്ലോയുടെ റെസിപ്പി ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് 1 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ തീരെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറിയതാക്കി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നതാണ്, മയോണൈസിൽ ഉപ്പുള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ്. അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് എഗ്ഗ് മയോണൈസോ അല്ലെങ്കിൽ എഗ്ഗ്ലെസ് മയോണൈസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എഗ്ഗ്ലെസ് മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിനാഗിരിയുടെ പഞ്ചസാരയുടെ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ബ്രോസ്റ്റ് ചിക്കൻ്റെ കൂടെ കിട്ടുന്ന ഒരു കോൾസ്ലോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി നമുക്ക് ഇതുപോലെ നിന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ, എന്നാൽ ടേസ്റ്റിലൊന്നും ഒരു കുറവും ഇല്ലാതെ നമുക്ക് ആ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ഒരു ടെക്സ്ചറിലും നമുക്കിതുപോലെ ബ്രോസ്റ്റ് ചിക്കന് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സെയിം രീതിയിൽ നിങ്ങൾ കറക്റ്റ് ഒരു ചേരുവകളൊക്കെ ചേർത്ത് ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.